തിരുവനന്തപുരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 3 മണിക്കൂർ നേരത്തേക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിലുണ്ട്. ജില്ലയിലെ പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായിട്ടുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, കനത്ത മഴ തുടരുന്ന സാഹചര്യം, ചിലയിടങ്ങളിൽ നാശനഷ്ടമുണ്ടായിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ, അപ്ഡേറ്റ് പ്രതീഷ്. റിജിത്ത്, തിരുവനന്തപുരം ജില്ലയിൽ വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നേരത്തെ അതിതീവ്ര അല്ലെങ്കിൽ അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായത്. നിലവിൽ നഗരത്തിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ മലയോര മേഖലയിലടക്കം ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഈ ശക്തമായ മഴയിൽ തിരുവനന്തപുരം ജില്ലയിലെ പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ ശക്തമായ കാറ്റായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഉണ്ടായത്. ഈ ശക്തമായ കാറ്റിൽ ഈ മരച്ചില്ലകൾ ഒടിഞ്ഞു വീണും മരം കടപുഴകി വീണുമാണ് ഈ വൈദ്യുതി ബന്ധം താറുമാറായത്. ഈ KSEB ഈ വൈദ്യുതി നിലച്ച ഇടങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ, മുക്കോല, നെയ്യാറ്റിൻകര ഭാഗങ്ങളിൽ മരം കടപുഴകി വീണ വൈദ്യുതി ബന്ധം നിലച്ചിട്ടുണ്ട്. ഏറ്റവും പുതുതായി കോവളം പനത്തുറയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പനത്തുറ സ്വദേശിയായ വിദ്യാധരന്റെ വീടിന്റെ മേൽക്കൂരയാണ് ശക്തമായ കാറ്റിൽ പറന്നു പോയിട്ടുള്ളത്. വരും മണിക്കൂറിൽ പ്രത്യേക ജാഗ്രത തിരുവനന്തപുരം ജില്ലയിലുള്ളവർ പാലിക്കണമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. തിരുവനന്തപുരത്തിന് പുറമെ മറ്റ് ജില്ലകളിലും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും ശക്തമായ മഴ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. 6 ജില്ലകളിൽ നേരത്തെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. നാളെ വടക്കൻ കേരളത്തിലായിരിക്കും അതിതീവ്ര മഴ ഉണ്ടാകുന്നത്. ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് ഉള്ളത്. വടക്കൻ കേരളത്തിലും അതിതീവ്ര മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ സംസ്ഥാനത്ത് കാലവർഷം എത്തും. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ജാഗ്രത ഈ ജനങ്ങൾ പാലിക്കണമെന്നതാണ് ഈ കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിരിക്കുന്നത്. ഈ ജില്ലാ ഭരണകൂടവും ഇതിനുവേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലയിലുള്ളവരും മലയോര മേഖലയിലുള്ളവരുമാണ് പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടത്. നിലവിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഉയർന്ന തിരമാലകൾക്ക് ഈ തീരമേഖലകളിൽ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ കാലവർഷം കേരള തീരത്തെത്തും. തുടർന്ന് ശക്തമായ അതിശക്തമായ മഴ സംസ്ഥാനത്തുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. റിജിത്ത, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോവളത്തെ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ പകുതി വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശക്തമായ മഴയിൽ നഗരത്തിലെ പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായിരിക്കുന്നു. തമ്പാനൂരിൽ ഉൾപ്പെടെ തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് വിവരം. നിലവിൽ മഴ തോർന്ന സാഹചര്യമാണ്. പക്ഷേ മലയോര മേഖലയിൽ അടക്കം ഇപ്പോഴും ശക്തമായി തന്നെ മഴ തുടരുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ തുടരും. തിരുവനന്തപുരത്ത് മാത്രമല്ല, തെക്കൻ ജില്ലകളിൽ പൊതുവായി ആ സ്വഭാവമായിരിക്കും മഴയ്ക്കുണ്ടാവുക എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. MG പ്രതീഷ് തുടരുന്നുണ്ട്. പ്രതീഷ്, മറ്റ് ജില്ലകളിലെ തെക്കൻ കേരളത്തിലെ മറ്റ് ജില്ലകളിലെ പൊതുവായ സാഹചര്യം എങ്ങനെയാണ്? പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ അവിടെ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ പ്രതീഷ്? റിജിത്ത്, തീർച്ചയായും. കാരണം തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളും ഇപ്പോൾ ഇരുട്ടിലാണ് എന്നതാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരം. ഇത് ശക്തമായ കാറ്റിനെ തുടർന്ന് ഈ മരം കടപുഴകി വീണും മരച്ചില്ലകൾ ഈ ലൈൻ കമ്പികളിൽ വീണുമാണ് ഈ വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുന്നത്. ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് എന്നതാണ് KSEB അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ വരും മണിക്കൂറിലും കൂടുതൽ ശക്തമായ മഴ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഈ റെഡ് അലർട്ട് മുന്നറിയിപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഈ യെല്ലോ അലർട്ട് മാത്രമായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് 3 മണിക്കൂറത്തേക്ക് റെഡ് അലർട്ട് തിരുവനന്തപുരം ജില്ലയിൽ പുറപ്പെടുവിച്ചത്. ഈ തൃശൂർ ഉൾപ്പെടെ തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിലും, അതായത് സംസ്ഥാന വ്യാപകമായി തന്നെ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. നിലവിൽ ഉള്ള മുന്നറിയിപ്പ് പ്രകാരം നാളെ
തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ഇനി അതിതീവ്ര മഴയാണ് വരാനുള്ളത്. ചില ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കാലവർഷം കൂടി എത്തുന്നതോടുകൂടി തന്നെ ഈ മഴ കൂടുതൽ വ്യാപകമാകും. അതുകൊണ്ട് പ്രത്യേക ജാഗ്രത ജനങ്ങൾ പാലിക്കണമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം തുടർച്ചയായി ആവർത്തിക്കുന്ന കാര്യം. അതാ ഈ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അതീവ ജാഗ്രത പാലിക്കണം. കാരണം ഈ മലയോര മേഖലകളിലൊക്കെ തന്നെ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ഈ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ ഇപ്പോൾ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം. ഈ മിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളും താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ഈ ചില ജില്ലകളിൽ ക്വാറി പ്രവർത്തനങ്ങൾക്കും ഈ ഖനന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വിലക്ക് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലൊരു മുന്നൊരുക്കങ്ങളുമായി ജില്ലാ ഭരണകൂടം പോകുന്നുണ്ട്. കൃത്യമായി ഈ കാലാവസ്ഥാ വകുപ്പും ജില്ലാ ഭരണകൂടവും നൽകുന്ന മുന്നറിയിപ്പുകൾ ജനങ്ങൾ പാലിക്കണമെന്നതാണ് ഈ അധികൃതർ തുടർച്ചയായി ആവർത്തിക്കുന്ന കാര്യം. തീരമേഖലയിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം. ഉയർന്ന തിരമാലകൾക്കുള്ളൊരു സാധ്യത ഈ കേരള തീരത്തുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നൊരു മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലം പരിഗണിച്ചുള്ള ഒരു ജാഗ്രത എല്ലാ സ്ഥലത്തുള്ളവരും പാലിക്കണമെന്നതാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ശരി, തിരുവനന്തപുരത്ത് റെഡ് അലേർട്ടാണ് നിലനിൽക്കുന്നത്. നേരത്തെ തന്നെ വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. രാത്രി മഴ ശക്തമാകും എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ ഉണ്ടായിരുന്നു. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്താണ് ഇപ്പോൾ പലയിടത്തും അതിശക്തമായ മഴ തുടരുന്നത്. പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെടുന്നതും വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുന്നതുമൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് നാശനഷ്ടങ്ങൾ എന്നുള്ള നിലയിൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വെങ്ങാനൂർ ചാവിടിനടിയിൽ മരം കടപുഴകി ലൈൻ കമ്പനികൾ പൊട്ടിവീണു. അതുപോലെ മുക്കോല ജംഗ്ഷനിൽ മരം ഒടിഞ്ഞു വീണു. അവിടെയും ഗതാഗതം തടസ്സപ്പെടുന്ന നിലയുണ്ടായിട്ടുണ്ട്. നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ, അമരവിള, താന്നിവിള ഭാഗത്ത് മരം ഒടിഞ്ഞു വീണാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും എല്ലാവരും ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. രാത്രിയാണ് മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലുള്ളവർ, അതുപോലെ തീരമേഖലകളിൽ കഴിയുന്നവരൊക്കെ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. തലസ്ഥാന ജില്ലയിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്.